Guys, welcome to my YouTube channel Forensic with Malluka. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോറൻസിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് definition of forensic science, key components of forensic science, scope and the conclusion. നമുക്കിനി ഫോറൻസിക് സയൻസിന്റെ ഡെഫിനിഷൻ നോക്കാം. Forensic science is the application of scientific methods and principles to investigate crimes. It involves collecting, preserving, and analyzing evidence to help solve criminal cases and legal issues. അപ്പോൾ ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസിൻ്റെ ആപ്ലിക്കേഷൻസ്, മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്രൈമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതാണ് ഫോറൻസിക് സയൻസ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കളക്ടിങ് ഓഫ് എവിഡൻസ്, പ്രിസർവിങ് ഓഫ് എവിഡൻസ് ആൻഡ് അനലൈസിങ് ഓഫ് എവിഡൻസ്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ, ഒരു ക്രിമിനൽ കേസിനെ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഫോറൻസിക് സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കീ കമ്പോണൻസ് ഓഫ് ഫോറൻസിക് സയൻസ് ആണ്. അപ്പോൾ കീ കമ്പോണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ചസ് ഓഫ് ഫോറൻസിക് സയൻസിനെ തന്നെയാണ്. അപ്പോൾ ഫോറൻസിക് സയൻസിൽ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. അതിപ്പോൾ ഞാൻ മെയിൻ ബ്രാഞ്ചസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനിയും ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് നോക്കാം. ഫോറൻസിക് സയൻസിൻ്റെ ബ്രാഞ്ചസിൽ ഫസ്റ്റ് വരുന്നത് ഫോറൻസിക് ബയോളജിയാണ്. ഫോറൻസിക് ബയോളജി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സയൻസിൻ്റെ ആപ്ലിക്കേഷൻസും മെത്തേഡ്സും പ്രിൻസിപ്പിൾസും യൂസ് ചെയ്തുകൊണ്ട് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, ഇല്ലെങ്കിൽ ക്രൈംസിന് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഫോറൻസിക് ബയോളജിയിൽ വരുന്നത് ബ്ലഡ്, ഹെയർ, ബോഡി ഫ്ലൂയിഡ്സ്, സ്കിൻ സെൽസ്, പ്ലാന്റ്സ്, അതുപോലെ തന്നെ DNA അനലൈസിസ്, അതെല്ലാം ഫോറൻസിക് ബയോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. അടുത്തത് ഫോറൻസിക് കെമിസ്ട്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസും പ്രിൻസിപ്പിൾസും അതുപോലെ മെത്തേഡ്സും യൂസ് ചെയ്തുകൊണ്ട് ക്രൈം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതാണ് ഫോറൻസിക് കെമിസ്ട്രി. ഫോറൻസിക് കെമിസ്ട്രിയിൽ വരുന്നത് ഡ്രഗ്സ്, എക്സ്പ്ലോസീവ്, പോയിസൺ, പിന്നെ ഗൺ പൗഡർ റെസിഡ്യൂ, ടോക്സിക് സബ്സ്റ്റൻസ്, ഇതെല്ലാം ഫോറൻസിക് കെമിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. അടുത്തത് ഫോറൻസിക് ടോക്സിക്കോളജിയാണ്. ഫോറൻസിക് ടോക്സിക്കോളജി എന്ന് പറയുന്നത് ഫോറൻസിക് കെമിസ്ട്രിയുടെ ഒരു പാർട്ട് തന്നെയാണ്. ഇതിലും ഡ്രഗ്, ആൽക്കഹോൾ, പോയിസൺ, ഇതിൽ ടോക്സിക്കോളജി എന്ന് പറഞ്ഞാൽ പോയിസൺ ആണ്. അപ്പോൾ കൂടുതൽ പോയിസൺ, ടോക്സിക് സബ്സ്റ്റൻസ് ഇല്ലെങ്കിൽ ഓവർ ഡോസ്, ഡ്രഗ്സിനെയൊക്കെ കുറിച്ചാണ് കൂടുതൽ ഫോറൻസിക് ടോക്സിക്കോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫോറൻസിക് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന്ത്രപ്പോളജിയുടെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ക്രൈം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ആന്ത്രപ്പോളജിയിൽ ഹ്യൂമൻ റിമൈൻസ് വെച്ചിട്ട് നമുക്ക് ഒരു പേഴ്സൻ്റെ ഏജ്, സെക്സ്, അതുപോലെ തന്നെ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ആ ഐഡൻറ്റിഫിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്രൈം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഡിജിറ്റൽ ഫോറൻസിക് ആണ്. ഡിജിറ്റൽ ഫോറൻസിക്കിൽ എന്ന് പറയുന്നത് റിക്കവറിങ്, അനലൈസിങ് ആൻഡ് പ്രിസർവിങ് ഓഫ് ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ്. ഈ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ്, അതെല്ലാം വരും. ഇതിൻ്റെ എല്ലാം അനലൈസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിസർവേഷൻ, ഇപ്പോൾ ഡിലീറ്റഡ് ആയിപ്പോയ ഫയൽസ് റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ ഡാമേജ് ആയിപ്പോയ ഫയൽസ് റിക്കവർ ചെയ്യുക, നമ്മുടെ നെറ്റ്വർക്ക് അനലൈസ് ചെയ്യുക, അതെല്ലാം സൈബർ ക്രൈംസ് ഐഡൻറ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യുക, അതെല്ലാം ഡിജിറ്റൽ ഫോറൻസിക്കിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫോറൻസിക് സയൻസിൻ്റെ സ്കോപ്പാണ് എല്ലാവരും കൂടുതൽ ചോദിക്കുന്നത്. ഫോറൻസിക് എടുത്ത് എനിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും, സ്കോപ്പ് ഉണ്ടോ, എത്ര സാലറി കിട്ടും, അങ്ങനത്തെ ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോറൻസിക് സയൻസിൻ്റെ സ്കോപ്പ് എന്ന് പറയാനാണെങ്കിൽ ഒത്തിരി സ്കോപ്പുകളുണ്ട്. പക്ഷേ എന്നാൽ ആ സ്കോപ്പുകൾ അതിലേക്ക് പോകേണ്ടതും നമ്മൾ തന്നെയാണ്. അതായത് ഇപ്പോൾ ചിലവർ ഏജൻസി വഴി അഡ്മിഷൻ എടുത്ത് ഓരോ കോളേജിൽ അഡ്മിഷൻ എടുത്ത് വലിയ എമൗണ്ട് ഫീസ് അടച്ച് അങ്ങനെയൊക്കെ പഠിക്കുന്നവരുണ്ട് ഫോറൻസിക് സയൻസിൽ. അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് അതിൽ ജോലി ചെയ്യാം, ഇതിൽ ജോലി ചെയ്യാം, അവിടെ ജോലി കിട്ടും, ഇവിടെ ജോലി, വളരെ വലിയ സാധ്യതകളാണ് ഫോറൻസിക് സയൻസിനുള്ളത് എന്ന് പറഞ്ഞാണ് പല ഏജൻസികളും പിള്ളേരെ പിടിക്കുന്നത്. പക്ഷേ എന്നാൽ ആ ജോബ് എങ്ങനെ കിട്ടും
കിട്ടും എന്ന് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പോൾ CPL കിട്ടും, NIB കിട്ടും, CID കിട്ടും, അങ്ങനെ എല്ലാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി പേര് അങ്ങനെ വന്നവരുണ്ട്. എൻട്രൻസ് എഴുതാതെ പല കോളേജിലും അഡ്മിഷൻ എടുത്ത ഒത്തിരി ഫ്രണ്ട്സിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഈ CBIയിൽ കിട്ടണമെങ്കിൽ എന്തൊക്കെ എക്സാംസ് ഉണ്ട്, അതൊന്നും CBIയിൽ കിട്ടണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഉടനെ കിട്ടുന്ന കാര്യമല്ല. അതിന് ഒത്തിരി പ്രിപ്പയർ ചെയ്ത് ഒത്തിരി എക്സാം, പിന്നെ നെറ്റ് എക്സാം. ഇപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ പ്രൊഫസർ ജോബാണ്, ടീച്ചിങ് ഫീൽഡാണെങ്കിൽ നെറ്റ് എക്സാം, JRF, അങ്ങനെ ഒത്തിരി കടമ്പകളുണ്ട്. അല്ലാതെ നമ്മൾ ഫോറൻസിക് പഠിച്ച ഉടനെ തന്നെ നമുക്ക് നാളെ മുതൽ നമ്മൾ ഫോറൻസിക് സയൻറ്റിസ്റ്റായി, ഫോറൻസിക് അനലിസ്റ്റായി എന്നല്ല പറയുന്നത്. അതിൻ്റേതായ എക്സാമുകളും അതിൻ്റേതായ കാലതാമസവും എല്ലാം ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കൊരു നല്ല ഫ്യൂച്ചർ തന്നെ ഫോറൻസിക് സയൻസിൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫോറൻസിക് സയൻറ്റിസ്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ചാൻസുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റോബോട്ടിക്സ്, അതെല്ലാം ഫോറൻസിക് സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ DNA സീക്വൻസിങ് മെത്തേഡ്സിനെ ഇംപ്രൂവൈസേഷൻ ചെയ്യാം. അതായത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന DNA സീക്വൻസിങ് മെത്തേഡിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെത്തേഡ് കണ്ടുപിടിക്കാം. അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അതിൻ്റെ യൂസ്ഫുള്ളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ട് സീക്വൻസിങ് മെത്തേഡ്സ് കമ്പൈൻ ചെയ്ത് പുതിയൊരു സീക്വൻസിങ് മെത്തേഡ് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ രണ്ടിൻ്റെയും യൂസ്ഫുൾ എന്താണ്, അങ്ങനെ ഒരു സയൻറ്റിസ്റ്റായിട്ട്, ഫോറൻസിക് സയൻറ്റിസ്റ്റായിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം. അല്ലെങ്കിൽ പ്രൊഫസർ ആകാം. പിന്നെ ഇപ്പോൾ കേരള PSCയിൽ ഫോറൻസിക് സയൻസ് ഇൻക്ലൂഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ ഒത്തിരി ചാൻസുകളുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അങ്ങനെ അതിലാണ് നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. അല്ലാതെ ഫോറൻസിക് പഠിച്ചുകൊണ്ട് ഗ്രേറ്റ് ഫ്യൂച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു സബ്ജക്റ്റ് പഠിച്ചാലും അതിന് അതിൻ്റേതായ എക്സാംസും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA പ്രൊഫൈലിംഗ്, ഫോറൻസിക് എവിടെയെല്ലാം യൂസ് ചെയ്യുന്നു അതെല്ലാം എന്താണ് ഫോറൻസിക് സയൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് DNA പ്രൊഫൈലിംഗ്, ബാലിസ്റ്റിക് അനാലിസിസ്, ഡിജിറ്റൽ ഫോറൻസിക് ടോക്സിക്കോളജി, ഡ്രഗ് അനാലിസിസ്, പോയിസൺ, അതെല്ലാം എന്താണ് ഫോറൻസിക് സയൻസിൻ്റെ ആപ്ലിക്കേഷൻ. അതെല്ലാം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. കൺക്ലൂഷൻ പറയാനാണെങ്കിൽ ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞ ഒരു എസെൻഷ്യൽ ഫീൽഡാണ്. അതിന് വൈഡ് വെറൈറ്റി ഓഫ് ഡിസിപ്ലിൻസും ക്രിട്ടിക്കൽ റോളും ഉണ്ട്. അത് ക്രിമിനൽ കേസ് ആയിക്കോട്ടെ, സിവിൽ കേസ് ആയിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് ക്രൈം റേറ്റ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോറൻസിക് സയൻസിന്. അപ്പോൾ ഫോറൻസിക് എടുത്ത് പഠിക്കുന്നവർ അത്രയും ഇമ്പോർട്ടൻസോടുകൂടി തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോറൻസിക്കിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ മെയിലായിട്ടോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് ആയിട്ടോ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.